ഇനിയും യാത്രകളും സ്വീകരണങ്ങളും നിരവധി ഇന്ന് തന്നെ ഉണ്ട്. അതുകൊണ്ട് ചുരുക്കുന്നു. 2-3 കാര്യം മാത്രം ഞാൻ പറയട്ടെ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു സംഭവം ഓർക്കുന്നു. 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ നടത്തിയിരുന്ന പ്രഥമ കേരള യാത്ര നടക്കുമ്പോൾ തലശ്ശേരിയിൽ പരിസരത്തും വലിയ കലാപം നടക്കുന്ന സന്ദർഭമായിരുന്നു. വിശിഷ്യ നാദാപുരം, പാനൂർ ഏരിയകളിൽ ഒന്നിനൊന്നായി വകവരുത്തി കൊല്ലപ്പെട്ട സമയമായിരുന്നു. പലരും ഞങ്ങളോട് ചോദിച്ചു, ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ ഈ യാത്രയുമായി തലശ്ശേരിയിലൂടെ കണ്ണൂർ ജില്ലയിലൂടെ കടന്നു പോവുക എന്ന്. തീർച്ചയായും ആ ചോദ്യത്തിന് മറുപടിയായി ഞങ്ങൾ കണ്ടത് ഇൻഷാ അല്ലാഹ് അത് നടന്ന് കാണുമ്പോൾ മറുപടിയാകുമെന്നായിരുന്നു. അങ്ങനെ പാനൂരിലെത്തിയപ്പോൾ ഭയം കൊണ്ട് ജനങ്ങൾ കടകളെല്ലാം അടച്ചു വെച്ച സമയം, വീടുകളിൽ പല സ്ഥലത്തും വിളക്ക് കത്തിക്കാത്ത സമയം. പക്ഷേ നമ്മുടെ പ്രവർത്തകർ ശക്തമായി പരിശ്രമിച്ചുകൊണ്ട് എൻ്റെ സ്റ്റേജിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരെയും അല്ലാത്തവരെയും എത്തിച്ചിരുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെയുള്ള ഈ കുഴപ്പം ഈ സെക്കൻഡ് മുതൽ അവസാനിപ്പിക്കണം. അതിൽ വേണ്ടതെല്ലാം നമുക്ക് ഒന്നായി ചേർന്നുകൊണ്ട് ചെയ്യാം. നിങ്ങൾ സഹകരിക്കുമോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങാം എന്ന് പറഞ്ഞ് കൈനീട്ടി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈനീട്ടിയപ്പോൾ അവിടെയുണ്ടായിരുന്ന BJP-കാരനും മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും മറ്റ് രാഷ്ട്രീയക്കാരെല്ലാം കൈതരുകയും പിറ്റേ ദിവസം അവിടെ ഒരു അനുരജ്ഞന സമ്മേളനം വിളിച്ചുകൂട്ടി, യോഗം വിളിച്ചുകൂട്ടി. അന്ന് ആ പ്രശ്നത്തിന് വ്യക്തമായ പരിഹാരം കാണുകയും ചെയ്ത ഒരനുഭവം എനിക്ക് ഇന്നും മറക്കാൻ സാധ്യമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, കണ്ണൂർ ജില്ലയുടെ മണ്ണിന് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പ്രദേശങ്ങൾക്ക് എന്തോ ഒരു വർഗീയ ചിന്താഗതിയും അവസ്ഥയും ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതൊരിക്കലും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ നാടിനെ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിന്റെ നാടാക്കി തീർക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പരിശ്രമിക്കുന്ന പക്ഷം നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദം കണ്ടെത്താൻ കഴിയും. യാതൊരു സംശയവുമില്ല. സാക്ഷര കേരളം എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ സാക്ഷരത ഉണ്ടാക്കുന്നതിന് അന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് രൂപം കണ്ടപ്പോൾ പ്രതിപക്ഷത്തും എല്ലാമുള്ള ആളുകൾ അതിന് സഹകരണം നൽകി. അടുത്ത ഗവൺമെന്റ് മാറി വന്നപ്പോഴും അതിന് മാറ്റമുണ്ടായില്ല. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരളവോളം നമ്മുടെ കേരളം സാക്ഷരതയുടെ നാടാണെന്ന് പറയാൻ നമുക്ക് സാധിച്ചില്ലേ. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ സൗഹാർദ്ദമാണ് ആവശ്യം. ഇസ്ലാമും മറ്റ് മതങ്ങളുമെല്ലാം ഈ സൗഹൃദത്തെയാണ് നമ്മോട്
ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ വെട്ടിക്കുന്നത് കൊണ്ട്, മനുഷ്യന്റെ മുതൽ അപഹരിച്ചത് കൊണ്ട് യാതൊരു നേട്ടവുമില്ല. വ്യക്തികൾക്കോ സമുദായത്തിനോ നാടിനോ വീട്ടിനോ കുടുംബത്തിനോ ഒരിക്കലും നേട്ടമില്ലാത്ത അക്രമങ്ങളും അനാചാരങ്ങളും പ്രവർത്തനങ്ങളും തീർച്ചയായും നിർത്തൽ ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നായി ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കും. വളർന്നു വരുന്ന തലമുറകളിൽ നല്ലവരായ എത്രയോ ആളുകൾ ഉണ്ട്, സംശയം ഇല്ലല്ലോ. പഴയ കാലത്തെ അപേക്ഷിച്ച് കോളേജുകളും കലാലയങ്ങളും എല്ലാം വിദ്യാസമ്പന്നരായ ആളുകളെ കൊണ്ട് നിറയുകയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ അവിടെയെല്ലാം അരാജകത്വവും അധാർമികതയും അക്രമങ്ങളും അല്പമെങ്കിലും വളർന്നു വരുന്നുണ്ടോ എന്ന് നാം കാണുമ്പോൾ ഈ ഉണർത്തൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവിധ അക്രമ പ്രവർത്തനങ്ങളും നിരുത്സാഹപ്പെടുത്താനും നല്ല മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനും മാനവികത, മത ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നമ്മുടെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഈ യാത്രക്ക് സാധിക്കണം. അതിന് ഞങ്ങൾ ഇവിടെ ഒരു യാത്ര നടത്തി സ്വീകരണം നൽകി ഏറ്റുവാങ്ങി പോയത് കൊണ്ട് മാത്രമായില്ല, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും കക്ഷി ഭേദമന്യേ എല്ലാ ആളുകളും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തി എല്ലാ വിഷയത്തിലും നാം മിതത്വം പാലിക്കണം. മാലിന്യത്തെ സംബന്ധിച്ച് പലയിടത്തും ഒച്ചപ്പാടുകൾ ഉണ്ട്. തലശ്ശേരി ഭാഗത്തും ഉണ്ടായതായി അറിയുന്നു. തീർച്ചയായും ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും എല്ലാം അതിന് വേണ്ടത് ചെയ്യുകയും അതിനാവശ്യമായത് നീതിയിലൂടെ യുക്തിയുക്തമായി എല്ലാവരും ചർച്ച നടത്തുകയും ചെയ്ത് അതിനെ പരിഹരിക്കണം. അത് ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് വർഗീയമായി ചിത്രീകരിക്കാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടായ വ്യതിയാനവും വ്യത്യാസവും വിപുലീകരണവും ചൊല്ലി ചർച്ച നടത്തുന്നു. ആ ചർച്ച അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ അതും ബഹുജനങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഒരു വർഗീയ ചർച്ചയാക്കി മാറ്റുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ നാടിനെ രക്ഷിക്കാൻ എല്ലാവരും ഒന്നായി ചേരുക, ഒന്നായി പ്രവർത്തിക്കുക. ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മാനവികത ഉണർത്തുന്നതിന് വേണ്ടി, അത് നിലനിർത്തുന്നതിന് വേണ്ടി, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് മാത്രം ഈ ഹ്രസ്വമായ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പണ്ഡിതന്മാർക്കും സഹോദരങ്ങൾക്കും ഇത് സംഘടിപ്പിച്ചവർക്കും എല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ രാജ്യത്തെ ഹൈന്ദവർ വിഷു ആഘോഷിക്കുകയാണ്. ആ വിഷു ദിനത്തിന്, വിഷു ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഹൈന്ദവർക്ക്, അതിന് വിഷു നടത്തുന്നവർക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. സർവശക്തനായ അള്ളാഹു ഈ പ്രവർത്തനം നല്ല അമലാക്കി പെരുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംഘാടകർക്കും വളണ്ടിയേഴ്സിനും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ വളരെ